ഇന്റീരിയർ ചെയ്യാൻ പ്ലൈവുഡ് വേണ്ട, മൈക്കയും വേണ്ട, 100% വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ചെതൽ പിടിക്കാത്ത പ്രൊഡക്റ്റ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം പ്ലൈവുഡിന്റെ ആവശ്യമില്ല, ഡയറക്റ്റ് ഭിത്തിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റെഡി ടു യൂസ് ആയിട്ട് വരുന്ന പ്രൊഡക്റ്റ് ആണിത്. പ്രത്യേകിച്ചും ഈ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഭാഗങ്ങളിലേക്കൊക്കെ നല്ല ചെതലിന്റെ ഒരു ശല്യം വല്ലാത്ത രീതിയിൽ ഇന്റീരിയറിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം കൂടെയാണ്. ഇതെങ്ങനെയാണ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യം എന്ന് പറയാം. നമ്മളിപ്പം ലാമിനേറ്റ്സ് ചെയ്യാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിന് പ്ലൈവുഡ് ബേസ് ആയിട്ട് പ്ലൈവുഡ് ആവശ്യമാണ്. പ്ലൈവുഡിന്റെ ആവശ്യം വരുന്നുണ്ട്, അതിന്റെ കോസ്റ്റ് വരുന്നുണ്ട്, അതിന്റെ മുകളിൽ അതിന്റെ ലേബർ കോസ്റ്റ്, അതിന്റെ അഡസീവ്നെസ്സിനുള്ള കോസ്റ്റ്, അതിന്റെ ലാമിനേറ്റ്സ് ഒട്ടിക്കുന്നതിന്റെ കോസ്റ്റ്, അതിന്റെയൊക്കെ ലേബർ പൈസ എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ വളരെ അധികം വരുന്നുണ്ട്. ഇത് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആ കോസ്റ്റ് അതൊന്നും വരുന്നില്ല, കാരണം പ്ലൈവുഡിന്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് ഇതിന് തന്നെ ബേസ് ഉണ്ട്, ഇത് തന്നെ നമുക്ക് ഡയറക്റ്റ് വോളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നത്. ഇതൊക്കെ ചെയ്തിരിക്കുന്ന ബാംബു ചാർക്കോൾ. അതെ, ഇതെല്ലാം ചെയ്തിരിക്കുന്ന ബാംബു ചാർക്കോൾ. നമുക്ക് ഈ ബാംബു ചാർക്കോൾ ഇങ്ങനെ ബെൻഡ് ചെയ്യാനും പറ്റും, ഇവിടെ ഇങ്ങനെ ബെൻഡ് ചെയ്തെടുക്കാം അല്ലേ? അതെ. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ റൂട്ടർ വെച്ചിട്ട് നമ്മൾ ബാക്കിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90 ഡിഗ്രി വരെ ഇത് ഫോൾഡ് ചെയ്യാനും പറ്റും. 90 ഡിഗ്രി വരെ ഇത് ഫോൾഡ് ചെയ്യാനും പറ്റും. ആളുകൾക്ക് ഈ ഡ്യൂറബിലിറ്റിയുടെ കൺസേൺസുകൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഒരു അഷുറൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്? നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്റെ വീട്ടിലാണ് ഇത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലാണ് ചെയ്തത്? ഞങ്ങളുടെ വീട്ടില് ലിവിംഗ് റൂമാണ് ഞങ്ങൾ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്ത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയി. ഞങ്ങൾ ടെസ്റ്റിംഗ് മെഷറിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗീവ് അവേ അനൗൺസ് ചെയ്യാണ്. എല്ലാ വീട്ടിലേക്കും ആവശ്യമായിട്ടുള്ള ഒരു ഓവൻ ഗീവ് അവേ ആയിട്ട് ഫ്രീ ആയിട്ട് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. നമസ്കാരം. ഇനി ഇന്റീരിയർ ചെയ്യാൻ പ്ലൈവുഡ് വേണ്ട, മൈക്കയും വേണ്ട, 100% വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ചെതൽ പിടിക്കാത്ത പ്രൊഡക്റ്റ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ബാംബു ചാർക്കോൾ. നമ്മുടെ നാട്ടിൽ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ട് ഇന്റീരിയർ പാനലിംഗ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് ബാംബു ചാർക്കോൾ. ഹംഡം ഡെക്കോറിന്റെ ഏറ്റവും പുതിയ ഷോറൂം കാലിക്കറ്റിൽ ലോഞ്ച് ആയിരിക്കുകയാണ്. ബാംബു ചാർക്കോളിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഷോറൂംസ് ഇപ്പോൾ നമുക്ക് കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. സോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗീവ് അവേ അനൗൺസ് ചെയ്യാണ്. നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റിൽ എഴുതിയിടുക. ശരി ഉത്തരം കമൻറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് എല്ലാ വീട്ടിലേക്കും ആവശ്യമായിട്ടുള്ള ഒരു ഓവൻ ഗീവ് അവേ ആയിട്ട് ഫ്രീ ആയിട്ട് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. അതിൻ്റെ ആൻസറിൻ്റെ ഹിൻറ്റ് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ഫുൾ ആയിട്ട് കാണുക, അതിനുശേഷം ക്വസ്റ്റ്യൻ്റെ ആൻസർ കമന്റിൽ എഴുതുക എന്നുള്ളത് മാത്രമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ബാംബു ചാർക്കോൾ എന്ന് പറയുന്ന ഇന്റീരിയർ പ്രൊഡക്റ്റ് കേരളത്തിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ബ്രാൻഡിന്റെ പേരെന്താണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ബാംബു ചാർക്കോൾ എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് കേരളത്തിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ബ്രാൻഡ് നെയിം എന്താണ്? ശരി ഉത്തരം നിങ്ങൾ കമന്റ് ആയിട്ട് നൽകുക. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കായിരിക്കും ഈ ഒരു ഗീവ് അവേ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് വരുന്നത്. നിങ്ങളാവട്ടെ ആ ഒരു വിജയം. പൊതുവേ നമ്മളൊരു പുതിയ വീട് വെക്കുന്ന സമയത്ത് ഭംഗിയായിട്ട് ഇന്റീരിയർ ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ പല കേസിലും നമുക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം ആകുന്നതിന് മുമ്പ് മുഴുവൻ പാനലിങ്ങും ചെതലെടുത്ത് പോകുന്ന കാഴ്ച പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. പ്രത്യേകിച്ചും ഈ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഭാഗങ്ങളിലേക്കൊക്കെ നല്ല ചെതലിൻ്റെ ഒരു ശല്യം വല്ലാത്ത രീതിയിൽ ഇന്റീരിയറിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം കൂടെയാണ്. എന്നാൽ ഈ ഒരു പ്രൊഡക്റ്റ് വന്നതിന് ശേഷം അത്തരത്തിലുള്ള ഒരു പ്രശ്നം നമുക്ക് പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ബാംബു ചാർക്കോളിൻ്റെ പ്രത്യേകത. എന്താണ് ചെതൽ വരാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ലാമിനേറ്റുകൾ ചെയ്യുമ്പോൾ മുമ്പ് നമുക്ക് ഇതിൻ്റെ പുറകിൽ ഒരു പ്ലൈവുഡ് പീസ് വെക്കേണ്ടത് അത്യാവശ്യമായിട്ട് വന്നിരുന്നു. ഈ ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്ലൈവുഡിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് ഭിത്തിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റെഡി ടു യൂസ് ആയിട്ട് വരുന്ന പ്രൊഡക്റ്റ് ആണിത്. ലാമിനേറ്റും ഇതിൻ്റെ കൂടെ തന്നെ വരും. അതിൻ്റെ ബാക്ക് ബോഡിയും ഈ മെറ്റീരിയലിൻ്റെ കൂടെ തന്നെ വരുന്ന തിക്നെസ് ഉള്ള വാൾ പാനലിംഗ് മെറ്റീരിയൽ, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ. ഇതൊക്കെയാണ് ബാംബു ചാർക്കോളിനെ ഒരു ഇന്നോവേറ്റീവായ പ്രൊഡക്റ്റ് ആയിട്ട് ആളുകൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ തന്നെ നല്ല രീതിയിൽ ഈ ഒരു പ്രൊഡക്റ്റിന് സ്വീകാര്യത ലഭിച്ചിരുന്നു. പക്ഷെ അവരുടെ ഷോറൂം അന്ന് ലോഞ്ച് ചെയ്തത് കൊച്ചിയിലായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ ഷോറൂം കൊച്ചിയിൽ വന്ന സമയത്ത് നമ്മുടെ ഈ ഭാഗങ്ങളിലുള്ള കോഴിക്കോട്, മലപ്പുറം, കണ്ണൂരിലുള്ള ആളുകൾക്കൊക്കെ ഈ പ്രൊഡക്റ്റ് കാണാൻ കൊച്ചിയിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇനി മുതൽ നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ ഇല്ല. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെ ഹംഡൻ ഡെക്കോറിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി മുതൽ നമുക്ക് ഇവിടെ വരാൻ സാധിക്കും. നിങ്ങൾ ട്രെയിനിലോ കാറിലോ റോഡ് ബൈയോ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഈ പ്രൊഡക്റ്റുകളുടെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടച്ച് ആൻഡ് ഫീൽ എക്സ്പീരിയൻസ് കാണാൻ വേണ്ടിയിട്ട് ഒരു ഷോറൂം വന്നിട്ടുണ്ട്.
വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ആ ഒരു ഷോറൂമിലാണ്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. സോ എൻ്റെ കയ്യിലിരിക്കുന്ന പ്രൊഡക്റ്റുകൾ മുഴുവൻ ഹംഡൻ ഡെക്കോറിൻ്റെ പ്രൊഡക്ട്സുകളാണ്. ഇത്രയും തിക്നെസ് വരുന്ന പ്രൊഡക്റ്റാണ്. പല ഷെയ്ഡ്സ് അവൈലബിൾ ആട്ടോ. റിപ്പിൾ പ്രൊഡക്ട്സ്, ഗോൾഡൻ, മെറ്റാലിക്, മാർബിൾ ഷെയ്ഡ്, ഫാബ്രിക് ഷെയ്ഡ്, വുഡൻ ഷെയ്ഡ്, അങ്ങനെ നിരവധി പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. നമ്മളെ കൂടെ ഉള്ളത് അസാം അല്ലേ, ഹംഡൻ ഡെക്കോറിൻ്റെ ഡയറക്ടറാണ്. ഇദ്ദേഹമാണ് ഈ ഒരു പ്രൊഡക്റ്റ് കേരളത്തിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ സ്പെഷ്യാലിറ്റികൾ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഒന്ന് പരിചയപ്പെടുത്താമോ ഈ പ്രൊഡക്റ്റ് ശരിക്കും എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ള കാര്യം? ഹലോ, നമസ്കാരം. എൻ്റെ പേര് അസാം. നമ്മൾ ഹംഡൻ ഡെക്കോറിൻ്റെ പാനൽസ് ആണ് മെയിൻലി ചെയ്യുന്നത്. ഹംഡൻ ഡെക്കോറിൻ്റെ പാനൽസ് എല്ലാം തന്നെ 100% വാട്ടർ പ്രൂഫാണ്, 100% ചെതൽ കടിക്കില്ല, പിന്നെ കളർ ഫേഡ് ആവില്ല. നമുക്ക് 60-ലധികം മോഡൽസ് വരുന്നുണ്ട്. ഇതിനൊന്നും തന്നെ കളർ ഫേഡ് ആവുന്ന പ്രശ്നം വരുന്നില്ല. യെസ്, 60 ഷെയ്ഡുകൾ വരുന്നുണ്ട് അല്ലേ, പല കാറ്റഗറികളിലായിട്ട് അല്ലേ. അതെ, കാറ്റഗറികളൊക്കെ ഒന്ന് പറയാമോ? കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മിറർ ഫിനിഷസ് വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് റോസ് ഗോൾഡ് വരുന്നുണ്ട്, ഗോൾഡ് വരുന്നുണ്ട്. കറക്റ്റ് മിറർ ആട്ടോ, നമുക്കത് ഫേസ് റിഫ്ലക്ട് ചെയ്ത് അതിൽ കാണും അല്ലേ. ബ്ലാക്ക്, ഗോൾഡൻ, ഗ്രേ അങ്ങനത്തെ മിറർ ഫിനിഷസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് വാൾ പാനലിംഗിൽ നമുക്കൊരു ചെറിയ പീസ് ആയിട്ടും കൊടുക്കാൻ പറ്റും, വലിയ സൈസ് ആയിട്ടും കൊടുക്കാൻ പറ്റും. അതെ, നമുക്ക് ഡെക്കറേറ്റീവ് സ്ട്രിപ്സ് പോലെ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. നേരെ ഫുൾ മിറർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. 8x4 സൈസിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. ശരി, നമുക്ക് വേറൊരു പ്രൊഡക്റ്റ് നോക്കാം. ഇതിലേക്ക് വരുന്ന സമയത്ത് ഇത് റിപ്പിൾ അല്ലേ, റിപ്പിൾ ഫിനിഷസ്. നമുക്ക് വാട്ടർ റിപ്പിൾ, നമ്മൾ വെള്ളത്തിലേക്ക് ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ കാണുന്ന റിപ്പിൾസ് പോലെ ഇരിക്കുന്ന ടെക്സ്ചർ ആണ് ഇത്. ഇത് എവിടെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നമുക്ക് ലാമിനേറ്റ്സ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ ചെയ്യാം. യെസ്, അതായത് ആർക്കിടെക്ട്സുകൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ചില ഹൈലൈറ്റഡ് പോർഷൻസിൽ ഇത്തരത്തിലുള്ള റിപ്പിൾസ് വേണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. സീലിംഗിൽ ഇത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, പില്ലേഴ്സിന് ഇത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇതിലേക്കൊക്കെ വരുമ്പം ഇത് നമുക്ക് മെറ്റാലിക് ഷെയ്ഡ്സ് ആണ്. മെറ്റാലിക്കിൽ തന്നെ നമുക്ക് ഇതിപ്പം സിൽവർ മെറ്റാലിക്, ഇത് ഗോൾഡ് മെറ്റാലിക്. ഇതെല്ലാം ഒരു മാറ്റ് ഫിനിഷ്, ഒരു ബ്രഷ് ലൈൻ ഫിനിഷസ് ആണ് ഇതിന് വരുന്നത്. ഇതൊരു പ്രീമിയം ലുക്ക് വരും നമ്മൾ ഇത് എവിടെ ചെയ്താലും. ഇത് ഏതൊക്കെ കളർ ചേഞ്ച് വെറൈറ്റീസിൽ അവൈലബിൾ ആണെന്ന് പറയാമോ? നമുക്ക് ഇത് പിന്നെ ബ്രാസ് കളറിൽ അവൈലബിൾ ആണ്, റോസ് ഗോൾഡിൽ അവൈലബിൾ ആണ്. ഈ ഇതിൽ തന്നെ കുറച്ചുകൂടി ഗ്ലോസി ആയിട്ടുള്ളതും അവൈലബിൾ ആണ്. ഓക്കെ, അടുത്തൊരു ഫിനിഷിലേക്ക് പോവാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഫാബ്രിക് ഫിനിഷ് ആണ് വരുന്നത്. ഫാബ്രിക് ശരിക്കൊരു വാൾപേപ്പർ ചെയ്ത പോലെ തന്നെ ഇരിക്കും അല്ലേ, ആ ഫീൽ കിട്ടും. വാൾപേപ്പർ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം നനവ് വന്നു കഴിഞ്ഞാൽ അത് പൊളിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ചൂട് കൂടുതൽ തട്ടിയാലും പോകാൻ ചാൻസ്. ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല. നേരെ നമുക്ക് ഭിത്തിയിലേക്ക് റെഡി ടു യൂസ് ആണ്. നേരെ അടുത്ത ഫിനിഷിലേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇത് മാർബിൾ ഫിനിഷസ് തന്നെ നമുക്ക് ഒരുപാട് ടൈപ്പ് ഉണ്ട്. സ്റ്റോൺ ഫിനിഷസ് വരുന്നുണ്ട്, ഇനി ഗ്രെയിൻസ് ഉള്ളതുണ്ട്. ഈ ഗ്രെയിൻസിൽ തന്നെ കുറവ് ഗ്രെയിൻസ് ഉള്ളത്, കൂടുതൽ ഗ്രെയിൻസ് ഉള്ളതൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ ഹൈ ഗ്ലോസി ഉണ്ട്, മാറ്റ് ഫിനിഷസും അവൈലബിൾ ആണ്. കഴിഞ്ഞോ, ഏകദേശം 60 ഷെയ്ഡ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഇതിലധികം ഉണ്ട്. ഇതിന്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ബാക്കി നമുക്ക് ഇവിടെ കാണാം. വുഡൻ ഗ്രെയിൻസ് വരുന്നുണ്ട് നമുക്ക്. ഈ കാണുന്ന വുഡൻ ഗ്രെയിൻസ് അല്ലെ, ടീക്ക് വുഡിന്റെ ഒക്കെ ഗ്രെയിൻസ് വരുന്നുണ്ട്. ടീക്ക്, ഓക്ക്, മഹാഗണി, അങ്ങനെ കുറെ വുഡൻ ഷെയ്ഡ്സ്, ഈവൻ ഗ്രേ കളർ വുഡൻ ഗ്രെയിൻസ് ഉള്ളത് നമുക്ക് അവൈലബിൾ ആണ്. റൈറ്റ്. അപ്പൊ നേരെ നമുക്ക് ഇനി അതേപോലെ മാർബിൾ ഷെയ്ഡ്സ് നമ്മൾ കണ്ടു, ഫാബ്രിക് ഷെയ്ഡ് കണ്ടു, റിപ്പിള്. ഇതെന്താണ് ഐറ്റം എന്ന് പറയാം? ഇത് മൊസൈക് ഫിനിഷ് ആണ്. നമുക്ക് മൊസൈക് ഫിനിഷ്, ഒരു ടൈലിന്റെ ഫിനിഷ് വരും അല്ലേ. നമുക്കിത് കിച്ചണിൽ യൂസ് ചെയ്യാൻ സാധിക്കും. കിച്ചണിൽ യൂസ് ചെയ്യാം. എക്സ്റ്റീരിയറിലേക്ക് നിങ്ങൾ ഇത് സജസ്റ്റ് ചെയ്യോ? എക്സ്റ്റീരിയർ നമ്മളിത് പ്രിഫർ ചെയ്യുന്നില്ല, കാരണം UV പ്രൊട്ടക്ഷൻ ഇല്ല നമ്മുടെ പാനൽസ്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് വെയിലും മഴയും വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അതായത് ചാർക്കോൾ പാനൽസ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ബാംബു ചാർക്കോൾ പാനൽസും ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളതാണ് അല്ലേ. എങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് എത്തിച്ചേരുന്നത്? വളരെ യങ് ആയിട്ടുള്ള ഒരു എന്റർപ്രണർ കൂടിയാണ് അസാം. എങ്ങനെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ നിങ്ങൾ ഫൈൻഡ് ചെയ്തു? എന്താണ് അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്? നമ്മൾ എന്ന് പറയുന്നത് മെയിൻലി ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ്. എൻ്റെ ഒരു കൂട്ടുകാരന് ഇതേപോലെ അവരുടെ വീട്ടിലേക്ക് നല്ല പ്രീമിയം രീതിയിൽ തന്നെ ചെയ്യാൻ ഇതുപോലെ പ്ലൈവുഡ്, വിനിയർ എല്ലാം യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തു. ശരി. പക്ഷേ അത് ഒരു 1 ഇയർ അത് ലാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അത് ഈ ചെതല് കടിക്കുന്ന പ്രശ്നം കാരണം ഫുള്ള് നശിച്ചു. അവരുടെ അതെ, അത്രയും കോസ്റ്റ് വെച്ചിട്ട് ചെയ്ത ഒരു പ്രീമിയം ലുക്കിൽ കൊണ്ടുവന്ന സാധനം ചെതല് കടിച്ചത് അവർ. ഇതിൽ നോട്ടബിൾ ആയ പോയിന്റ് എന്താ വെച്ചാൽ, എന്തൊക്കെ വാറണ്ടി കമ്പനി കൊടുക്കുമെന്ന് പറഞ്ഞാലും ചെതല് കടിക്കുന്നതിന് കമ്പനി ഒരു വാറണ്ടി കൊടുക്കുന്നില്ല. എത്ര രൂപയുടെ പ്ലൈവുഡ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും ചെതല് തിന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് റിയാലിറ്റി. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം വന്നപ്പോൾ അതിനൊരു സൊല്യൂഷൻ നമുക്ക് പ്രീമിയം രീതിയിൽ തന്നെ വേണം. പ്രീമിയത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ പ്ലൈവുഡും എക്സ്പെൻസ് മുടക്കിയിട്ടാണ്. അതെ, അപ്പൊ അത്രയും കോസ്റ്റ് കൊടുക്കാണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരാന്നുള്ളൊരു ചിന്ത വെച്ചിട്ട് പോയതാണ് ഞാൻ. അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നത്. ഈ കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇത് എത്രത്തോളം കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് പറയാമോ? കോസ്റ്റ് എഫക്റ്റീവ് നമ്മളിപ്പം ലാമിനേറ്റ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിന് പ്ലൈവുഡ് ബേസ് ആയിട്ട് പ്ലൈവുഡ് ആവശ്യമാണ്. പ്ലൈവുഡിന്റെ ആവശ്യം വരുന്നുണ്ട്, അതിന്റെ കോസ്റ്റ് വരുന്നുണ്ട്. അതിന്റെ മുകളിൽ അതിന്റെ ലേബർ കോസ്റ്റ്, അതിന്റെ അദസീവ്നെസ്സിനുള്ള കോസ്റ്റ്, അതിന്റെ ലാമിനേറ്റ്സ് ഒട്ടിക്കുന്നതിന്റെ കോസ്റ്റ്, അതിന്റെയൊക്കെ ലേബർ പ്രൈസ് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ വളരെ അധികം വരുന്നുണ്ട്. ഇത് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആ കോസ്റ്റ് അതൊന്നും വരുന്നില്ല, കാരണം പ്ലൈവുഡിന്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് ഇതിന് തന്നെ ബേസ് ഉണ്ട്. ഇത് തന്നെ നമുക്ക് ഡയറക്റ്റ് വോളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ.
അതായത് ഇത് നേരെ നമ്മുടെ ഭിത്തിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ ഈ ലാമിനേറ്റ് ഫിനിഷ് വരും, ബാക്ക് സൈഡിൽ വൈറ്റ് ഫിനിഷും ആണ് വരിക. ഈ വൈറ്റ് ഫിനിഷ് വരുന്ന ഭാഗം നമ്മൾ ഭിത്തിയിലേക്ക് അപ്ലൈ ചെയ്യുക. എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത് പറയാമോ? നമുക്ക് 2 രീതിയുണ്ട്. നമുക്ക് സിലിക്കോൺ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു മെത്തഡ് ഇതിന്റെ അലൂമിനിയം സ്ട്രിപ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അലൂമിനിയം സ്ട്രിപ്സ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാൻ പറ്റും? തീർച്ചയായും. നമുക്ക് അലൂമിനിയം സ്ട്രിപ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ 2 ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ കണ്ട ഈ കാണുന്നതാണ് നമ്മുടെ അലൂമിനിയം സ്ട്രിപ്സ്. ഒരു ഗോൾഡൻ സ്ട്രിപ്പ് പോയിരിക്കുക. അതെ, ഇതിപ്പോ ഒരു റോസ് ഗോൾഡ് ഫിനിഷ്. ഇത് തന്നെ നമുക്ക് സിൽവർ, ബ്ലാക്ക്, ഗോൾഡിൽ അവൈലബിൾ ആണ്. ശരിക്കും ഇതൊരു ബീഡിങ് അല്ലെങ്കിൽ ഇവിടെ സ്റ്റിക്കറോ അല്ല, ഇതിനകത്ത് ലോക്ക് ചെയ്തിട്ട് ഒരു ചാനൽ പോയിരിക്കുകയാണ് അല്ലെ? ചാനൽ നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ കറക്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇത് ലോക്ക് സിസ്റ്റം ആണ്. ഇത് വെച്ചിട്ട് ഇങ്ങനെ 2 പാനലുകൾ ലോക്ക് ചെയ്യാം. ഇവിടെ ഇപ്പൊ ഡിസ്പ്ലേ സെന്റർ ആയതുകൊണ്ട് 2 കളറിൽ വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫിനിഷ് ചെയ്താണോ ആ ഫിനിഷുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇതിനിടയിൽ ഇതേപോലെ പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുക്കാനുള്ള പ്രൊവിഷൻ നമുക്കുണ്ട്, കൊടുക്കാൻ പറ്റും. ഇത് സീലിംഗിൽ ഉപയോഗിക്കാൻ പറ്റും. തീർച്ചയായും നമുക്ക് സീലിംഗിൽ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ്. അതെ, നമുക്ക് ഈ പാനൽസ് വീടുകളിൽ ചെയ്യാം, ഓഫീസുകളിൽ ചെയ്യാം, റെസ്റ്റോറന്റ്സിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെയൊക്കെ ഒരു പ്രീമിയം ഫിനിഷസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഈ ബാംബു ചാർക്കോൾ. ഇതൊക്കെ ചെയ്തിരിക്കുന്ന ബാംബു ചാർക്കോൾ. അതെ, ഇതെല്ലാം ചെയ്തിരിക്കുന്ന ബാംബു ചാർക്കോൾ. നമുക്ക് ഈ ബാംബു ചാർക്കോൾ ഇങ്ങനെ ബെൻഡ് ചെയ്യാനും പറ്റും. ഇവിടെ ഇങ്ങനെ ബെൻഡ് ചെയ്തെടുക്കാം അല്ലെ? അതെ, ബെൻഡ് ചെയ്യാൻ വേണ്ടി അതിന് ബാക്കിൽ എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കണം. ബാക്കിൽ സപ്പോർട്ട് ഉള്ളതാണ് ഒപ്റ്റിമൽ. ഓക്കെ, നമുക്ക് ഇത് ബാക്ക് സൈഡ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ബെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ റൂട്ടർ വെച്ചിട്ട് നമ്മൾ ബാക്കിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90 ഡിഗ്രി വരെ ഇത് ഫോൾഡ് ചെയ്യാനും പറ്റും. 90 ഡിഗ്രി വരെ ഇത് ഫോൾഡ് ചെയ്യാനും പറ്റും. ഇതേ രീതിയിൽ തന്നെ ഈ ഒരു പ്രൊഫൈൽ ലൈറ്റിംഗ് നിങ്ങൾക്ക് ബെൻഡ് ചെയ്തിട്ട് കൊടുക്കാനൊക്കെ ഇതിനകത്ത് പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് മുഴുവൻ ഈ സീലിംഗ് ആണെങ്കിലും ശരി, ഇതെല്ലാം ബാംബു ചാർക്കോൾസ് ആണ് അല്ലെ? അതെ, ഈ ബാംബു ചാർക്കോൾസിൽ ഈ കാണുന്ന ഷെയ്ഡ്സ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ അല്ല ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ ഈ പില്ലറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 2-3 പില്ലേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു പില്ലറിൽ ചെയ്തിരിക്കുന്നത് റിപ്പിൾ ഷീറ്റ് ആണ്. റിപ്പിൾ ഷീറ്റ് ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ 90 ഡിഗ്രി ചെയ്തത് കണ്ട. ഓക്കെ, ഇത്രയും 90 ഡിഗ്രി ഇത് ബെൻഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതെ, ഈ ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് ആളുകൾക്ക് ഈ ഡ്യൂറബിലിറ്റിയുടെ കൺസേൺസുകൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഒരു അഷുറൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്? നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്റെ വീട്ടിലാണ് ഇത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലാണ് ചെയ്തിരിക്കുന്നത്? ഞങ്ങളുടെ വീട്ടില് ലിവിംഗ് റൂമാണ് ഞങ്ങൾ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്ത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയി. ഞങ്ങൾ ടെസ്റ്റിംഗ് മെഷറിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. അതെ, ഓക്കെ. നിലവിൽ ഇപ്പൊ നമുക്കിപ്പോ ഷോറൂമുകൾ വരുന്നത് കൊച്ചിയിലും ഇവിടെ കാലിക്കറ്റിലുമാണ് വരുന്നത്. അപ്പൊ ആളുകളെ സംബന്ധിച്ചിടത്തോളം മലബാർ ഏരിയയിലുള്ള ആളുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റിന്റെ ടച്ച് ആൻഡ് ഫീൽ മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായും നമുക്ക് മലബാർ ഏരിയയിൽ കൂടുതൽ ആക്സസിബിൾ ആവാൻ വേണ്ടിയാണ്. ഇപ്പം മലപ്പുറത്താണെന്നുണ്ടെങ്കിലും കണ്ണൂരാണെന്നുണ്ടെങ്കിലും വയനാടാണെന്നുണ്ടെങ്കിലും കോഴിക്കോടുള്ളവർക്കൊക്കെ വന്ന് തൊട്ട് നോക്കി കണ്ടിഷ്ടപ്പെട്ട് മേടിക്കാനായിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. എല്ലാ ദിവസവും ഓപ്പൺ ആണോ? എവറി ഡേ ഓപ്പൺ ആണ്. 9 to 8 വരെ അവൈലബിൾ ആണ്. രാത്രി 8 മണി വരെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. ലൊക്കേഷൻ കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എല്ലാവർക്കും അറിയായിരിക്കും. അവിടുന്ന് ഒരു 300 മീറ്റർ മാറിയിട്ടായിരിക്കുന്നത് അല്ലെ? തൊട്ടടുത്ത ബിൽഡിംഗ് പറയുകയാണെങ്കിൽ ഏതാണ്? നമുക്ക് ജയലക്ഷ്മിന്റെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിംഗ് ആണ്. തൊട്ടടുത്ത ജയലക്ഷ്മി സിൽക്സ് ഉണ്ട്. അതേപോലെ ആര്യവൈദ്യശാല ഇവിടെ ഉണ്ട് അല്ലെ? കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഒരു ഭാഗം നിൽക്കുന്നത്. പാർക്കിംഗ് സ്പേസ് ഉള്ള ഏരിയ ആണ്. ഒരു സിംഗിൾ ഫ്ലോറിലാണ് ഈ ഒരു ഭാഗങ്ങൾ വരുന്നത് അല്ലെ? ഇവിടെ ഇപ്പൊ ശരിക്കും ഏതൊക്കെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്? നമ്മൾ ബാംബു ചാർക്കോൾ ചെയ്തിട്ടുണ്ട്, അലൂമിനിയം ഹണികോം പാനൽസ് ചെയ്തിട്ടുണ്ട്, പിന്നെ WPC ഫ്ലൂട്ടഡ് പാനൽസ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ശരി, ആ പ്രൊഡക്റ്റുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു പില്ലറിൽ ചെയ്തിരിക്കുന്ന മെറ്റാലിക് ഫിനിഷ് കണ്ടോ? ഇത് മുഴുവനായിട്ട് ബാംബു ചാർക്കോൾ പാനൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഏകദേശം ഒരു 180 ഡിഗ്രിയിലാണ് ഇത് ബെൻഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെൻഡിങ് കപ്പാസിറ്റി കാണാനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് ഇവിടുത്തെ പില്ലർ തന്നെ, ഇത് ആക്ച്വലി കോൺക്രീറ്റ് പില്ലറാണ്. ഇതിൻ്റെ മുകളിൽ ആ ഒരു മെറ്റാലിക് റാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബാംബു ചാർക്കോൾ ഉപയോഗിച്ച് വളരെ ഫിനിഷിങ്ങോടുകൂടെ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഷീറ്റ് 8x4 സൈസിലാണ് വരിക. 8x4 സൈസിൽ പ്ലൈവുഡ് ഒക്കെ വരുന്ന അതേ സൈസിൽ തന്നെയാണ് ബാംബു ചാർക്കോൾ പാനലും അവൈലബിൾ ആയിരിക്കുക. 2 ബാംബു ചാർക്കോളുകൾ തമ്മിൽ ഇത്തരത്തിലുള്ള സ്ട്രിപ്സുകൾ യൂസ് ചെയ്തിട്ടാണ് ലോക്ക് ചെയ്യുന്നത്. ഭിത്തിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് സിലിക്കോൺ ഗം ഉപയോഗിച്ചാണ്. ഞാനിതിൽ കാണുന്ന പ്ലസ് പോയിന്റുകൾ ഫസ്റ്റ് ഞാനൊന്ന് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് നിങ്ങളെ മുമ്പിൽ വെക്കാം. ഇതൊരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമല്ല, കുറച്ചുകൂടെ നമുക്ക് ഇൻസ്റ്റാളേഷൻ ഭയങ്കര ഹസിൽ ഫ്രീ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ബേസിക് ആയിട്ട് വർക്കുകൾ അത്യാവശ്യം
ലെവലും കാര്യങ്ങളൊക്കെ പിടിക്കാൻ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ആരെക്കൊണ്ടും സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തത് ഈ ഒരു പ്രൊഡക്റ്റിന്റെ തിക്നെസ് 5mm വരുന്നതുകൊണ്ട് ഭിത്തിയിൽ ചെറിയ ബെൻഡൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു 5mm ബോർഡ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ബെൻഡ് ലെവൽ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പിന്നെ ഇതിനകത്ത് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഇന്റീരിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അത് വാട്ടർ പ്രൂഫ് പ്രൊഡക്റ്റ് കൊണ്ടാണ് ചെയ്യേണ്ടത് എന്ന് നിർബന്ധമുള്ള ആളുകൾ ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു ഷോറൂം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഇവിടുത്തെ കാറ്റലോഗ് നോക്കിയിട്ട് നിങ്ങളുടെ പാനലിംഗ് അതിൽ അവൈലബിൾ ആണെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇന്റീരിയർ ഡിസൈനേഴ്സ്, ആർക്കിടെക്ട്സ്, ഇതേപോലെ ബിൽഡിംഗ് വർക്കുകൾ എടുക്കുന്ന ആളുകൾ നല്ലൊരു സൊല്യൂഷൻസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളിലേക്കോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകളിലേക്കോ കഫേസ്, ബോട്ടിക്സ് അങ്ങനെയുള്ള പ്രൊജക്റ്റുകളിലേക്കൊക്കെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ലക്ഷറി ആയിട്ട് ചെയ്യാവുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ബാംബു ചാർക്കോൾ. അടുത്തത് ഈ ഷോറൂമിൽ ഇതേപോലെയുള്ള ലൂവേഴ്സ്, ഫ്ലൂട്ടഡ് പാനൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? മെയിൻലി WPC ആണെന്ന് തോന്നുന്നു അല്ലെ? WPC ഫ്ലൂട്ട് പാനൽസ് ആണ് നമ്മുടെ എല്ലാം വരുന്നത്. ഇന്റീരിയറിൽ യൂസ് ചെയ്യുന്ന ഫ്ലൂട്ടഡ് പാനൽസ് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന. എന്ത് പ്രൈസ് ആണ് ഇതിന് സ്റ്റാർട്ട് ചെയ്യുന്നത്? 550 rupees മുതലാണ് ഒരു പാനൽ സ്റ്റാർട്ടിംഗ്. ഒരു പാനലിന്റെ റേറ്റ്, പാനലിന്റെ സൈസ് എങ്ങനെയാ വരുന്നത്? നമുക്ക് 9.5 feet ആണ് അതിന്റെ ഹൈറ്റ് വരുന്നത്. റൈറ്റ്. 6 inch മുതലാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത്. അതിന്റെ ഒരു വീതി വരുന്നത്. പിന്നെ അതിങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു, ഇതും ആ ലോക്കിംഗ് ആണ്. നമ്മൾ അതിന്റെ സ്റ്റീൽ ബക്കിൾ യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ ലോക്കിംഗ് വരുന്നത്. ശരി. ഇതിൽ കുറേ വെറൈറ്റീസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഈവൻ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഫുള്ളി ഒരു ഗോൾഡൻ ഫിനിഷ് വിത്ത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു ഫിനിഷ് കാണാൻ സാധിക്കും. സോ ഈ ഒരു ഷോറൂമിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാൽവേഴ്സിന്റെ വലിയൊരു കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഈ വീഡിയോയിലൂടെ പുതിയൊരു പ്രൊഡക്റ്റ് കൂടെ ഹംദൻ ഡെക്കോർ ലോഞ്ച് ചെയ്യാണ്. പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും ഫീച്ചേഴ്സും ഒന്ന് പരിചയപ്പെടുത്തും. നമുക്ക് വരുന്നത് അലൂമിനിയം ഹണികോം പാനൽസ് ആണ്. അലൂമിനിയം ഹണികോം പാനൽസ് എവിടേക്ക് യൂസ് ചെയ്യാനുള്ളതാണ്? നമ്മൾ ഇത് സീലിംഗിനാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. നിങ്ങൾ നേരെ മുകളിൽ കാണുന്ന ഈ സീലിംഗിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓഫ് വൈറ്റ് കളറിൽ ചെയ്തിരിക്കുന്ന പാനൽസ് ആണ് ഹണികോം പാനൽസ്. ഇതൊരു സീലിംഗ് മെറ്റീരിയൽ ആണ്. നിങ്ങളുടെ വീട്ടിലേക്ക് സീലിംഗിന് വേണ്ടി ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽ കൂടിയാണ്. ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് പറയാമോ? ഷുവർ. നമുക്ക് ഇതിന് വരുന്നത് കോർ വരുന്നത് ഹണികോം സ്ട്രക്ചർ ആണ്. ഹണികോം സ്ട്രക്ചർ വരുന്നത് അല്ലെ? മെറ്റീരിയൽ എന്താ? ഫുള്ളി അലൂമിനിയം ആണ്. അലൂമിനിയം 2 ലെയർ വരുന്നുണ്ട്. ഇതാണ് നമ്മൾ പുറത്ത് കാണുന്ന ഭാഗം. ഇത് അതിന്റെ മുകൾ ഭാഗത്ത് വരുന്ന ഭാഗമാണ്. രണ്ടും അലൂമിനിയം ആണ്. അലൂമിനിയം ആയതുകൊണ്ട് തന്നെ ഇത് വാട്ടർ പ്രൂഫ് ആണ്. ഫുള്ളി വാട്ടർ പ്രൂഫ് ആണ്. 100% ആന്റി ടെർമൈറ്റ് ആണ് ഇത്. ഓക്കെ. പിന്നെ നമുക്കിത് ലൈറ്റ് വെയിറ്റ് ആണ്. മെയിൻലി പറയുന്നത് ഇത് സ്ട്രോങ് ആണ്. നമുക്ക് ഈ ഹണികോം സ്ട്രക്ചർ ആയതുകൊണ്ട് ഇത് സ്ട്രോങ്ങും ആണ്, അതേപോലെ തന്നെ ലൈറ്റ് വെയിറ്റും ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊരു വിരലിൽ പോലും ഇതേപോലെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ലൈറ്റ് വെയിറ്റ് പ്രൊഡക്റ്റ് ആണിത്. ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അലുമിനിയം ആയതുകൊണ്ട് തന്നെ റീയൂസബിൾ അല്ലേ? നമുക്കതിന് വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് വേറെ പർപ്പസിന് നമുക്ക് ഉപയോഗിച്ചു. തീർച്ചയായും. ഇനിയിപ്പോ അവിടെ നിന്ന് മാറ്റി നമുക്ക് വേറെ സൈറ്റിലേക്ക് മാറ്റണമെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഓഫീസ് വർക്ക്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ഓഫീസ് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് വേറെ സ്ഥലത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും റീവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സീലിംഗ് നമുക്ക് ഈ സെയിം മെറ്റീരിയൽ നമുക്ക് അവിടെ നെക്സ്റ്റ് ആളുകൾ ജിപ്സം സീലിംഗ് ആണ് സീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ POP ഉപയോഗിക്കുന്നുണ്ട്. അതിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിന്റെ അഡ്വാൻറ്റേജസ് ഒന്ന് നമുക്ക് 1 by 1 ആയിട്ട് പറയുകയാണെങ്കിൽ ജിപ്സം സീലിംഗിന്റെ പ്രശ്നങ്ങൾ പറയൂ, ഇതിന്റെ അഡ്വാൻറ്റേജസ് ഒന്ന് പറഞ്ഞാൽ. ജിപ്സത്തിന്റെ ഒരു ശത്രു തന്നെയാണ് ഇത്. ജിപ്സം നമുക്ക് ചെറിയ രീതിക്ക് തന്നെ വെള്ളം തട്ടിയാൽ അതിന് വിള്ളൽ വന്നു തുടങ്ങും. ഓക്കെ. പിന്നെ അത് പുട്ടിയിടണം, പെയിന്റ് അടിക്കണം. ഇതിന് നമുക്ക് അങ്ങനത്തെ ആവശ്യമൊന്നും വരുന്നില്ല. ഫുള്ളി വാട്ടർ പ്രൂഫ് ആണ്. പിന്നെ ഇത് ഫിനിഷ്ഡ് സ്റ്റേറ്റിലാണ് വരുന്നത്. റെഡി ടു യൂസ് ആണ്. അതെ, നേരെ പർച്ചേസ് ചെയ്യുക, അതിനകത്തേക്ക് വെക്കുക. എങ്ങനെയാ ഇത് ഫിക്സ് ചെയ്യുന്നത്? ഫിക്സിംഗ് നമുക്ക് ഇതിന് അലൂമിനിയം സ്ട്രിപ്സ് വരുന്നുണ്ട്, അലൂമിനിയം ചാനൽസ് ഇതിന് വരുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ഷീറ്റ് ഇറക്കി വെച്ചാൽ മാത്രം മതി. അതല്ലാതെ നമ്മൾ ജിപ്സം സീലിംഗിന് അടിക്കുന്ന പോലെ ഇതേപോലെ ഗ്രിഡ് പോലെ പർലിൻസ് ഒന്നും അങ്ങനെയൊന്നും ആവശ്യമില്ല. നമുക്ക് എങ്ങനെയാണ് ഇത് വേണ്ടത്? ഇത് 8x4 ആയിട്ട് തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഈ ഷീറ്റിന്റെ സൈസ് 8x4 ആണ്. 8x4 6mm തിക്നെസ് ആണ് വരുന്നത്. നേരെ നിങ്ങൾ മുകളിലേക്ക് നോക്കൂ, വലിയ ഷീറ്റ് നമുക്ക് സീലിംഗിൽ ചെയ്യാൻ സാധിക്കും. സാധാരണ നമ്മൾ ഇതിന് മുമ്പ് ACPയുടെ ഒക്കെ ചെറിയ സീലിംഗ് ടൈലുകൾ കണ്ടിട്ടുണ്ട്, 2x2 സൈസിലൊക്കെ, ചെറിയ സൈസ്. അതൊക്കെ മാറി ഇനിയിപ്പോ വലിയ സൈസിൽ ചെയ്യാൻ സാധിക്കും. ഇത് ഈ വെയിറ്റ്ലെസ് ആയതുകൊണ്ടാണ് നമുക്ക് മെയിൻ അഡ്വാൻറ്റേജ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതിന്റെ റീസൺ. യൂഷ്വലി ഇങ്ങനത്തെ 8x4 ഷീറ്റ് ഒക്കെ ഒരു സാഗിനെസ് വരും, തൂങ്ങിപ്പോകുന്ന ഒരു രീതി ഉണ്ടാവും. നമുക്ക് ഇതിന് അങ്ങനെ വരുന്നില്ല. ഇതിന്റെ കോർ അലൂമിനിയം കോർ ആയത് കാരണം, സ്ട്രോങ് കോർ ആയതുകൊണ്ട്. ഇത് പെയിന്റബിൾ ആണ്. പെയിന്റബിൾ ആണ്. നമുക്കിപ്പോ ഈ ഓഫ് വൈറ്റ് അല്ല വേറെ കളർ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോമോട്ടീവ് പെയിന്റ് നമുക്ക് മുകളിൽ ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു കോറ് വരുന്ന പ്രൊഡക്റ്റ് അല്ലേ? ഇനിയിപ്പം സീലിംഗിൽ വേണ്ട ആളുകൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കും അല്ലേ? ഇത് എവിടെയൊക്കെ ഉപയോഗിക്കാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാമോ? നമുക്ക് മെയിൻലി സീലിംഗിൽ ഇപ്പൊ കൊമേഴ്ഷ്യൽ പ്രൊജക്ട്സ് ആണ് നമ്മൾ മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത്. ബാത്റൂംസിൽ യൂസ് ചെയ്യാം. ഫുള്ളി വാട്ടർ പ്രൂഫ് ആണ്. നമുക്ക് വെള്ളത്തിൽ മുക്കിയിട്ടാൽ ഒരു പ്രശ്നം വരുന്നില്ല ഈ പ്രൊഡക്റ്റ്. വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. ബാത്റൂമിന്റെ
സീലിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ടെറസിൽ ഷീറ്റ് ഇട്ടിട്ട് അതിൽ ചെറിയ ചെറിയ ലീക്കൊക്കെ വരുന്ന ആളുകളുണ്ടെങ്കിൽ ഈ സീലിംഗ് ഉപയോഗിക്കാൻ സാധിക്കും. കൊമേഴ്ഷ്യൽ പർപ്പസിന് സീലിംഗ് ആയിട്ട് ഉപയോഗിക്കാം. ബെഡ്റൂം പർപ്പസിന് നിങ്ങൾ സജസ്റ്റ് ചെയ്യാം. നമുക്കിത് സ്റ്റെപ്പ് LED ഒക്കെ വെച്ചിട്ട് നമുക്ക് നല്ല LED ലൈൻസ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ കണ്ടിട്ടുണ്ട്. ഈ മുകൾ ഭാഗത്ത് നിങ്ങൾ LED സ്ട്രിപ്സുകൾ പോകുന്നതാണോ? ഇതേ ഹണികോം പാനൽ അല്ലേ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? അതെ, നമ്മളൊരു ബോക്സ് പോലെയൊക്കെ ഇപ്പൊ നമ്മൾ ജിപ്സത്തിൽ ചെയ്യല്ലോ, ഫോൾ സീലിംഗ് നമ്മൾ ചെയ്യുന്നത് ഒരു ബോക്സ് പോലെ ഇറക്കി വെച്ചിട്ടൊക്കെ ചെയ്യുന്നത്, അതേപോലെ നമുക്ക് ഇതിലും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഇതല്ലേ ഇതിന്റെ ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത്? ഇതിന്റെ ചാനലും ഫിറ്റിംഗ്സും ഒക്കെ എന്റെ ഈ കയ്യിൽ കാണുന്ന സാധനമാണ്. ഇതിന്റെ മുകളിൽ ഇതേപോലെ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റോഡ് ഫിറ്റ് ചെയ്യും. ഇതാണ് നമ്മൾ സീലിംഗിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. ആ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതിനകത്താണ് പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുക്കുക. അതിന്റെ ആ ഒരു സ്ലോട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സീലിംഗ് ഈ ഭാഗത്തേക്കാണ് സെറ്റ് ചെയ്യുക അല്ലെ? കറക്റ്റ് അത് ഇൻസ്റ്റാളേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വീഡിയോ ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുക്കാം. അതിനകത്ത് നിന്ന് കൃത്യമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു സാധനം നമുക്ക് സീലിംഗിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നത് മനസ്സിലാവും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ LED ലൈറ്റ്സ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പാനൽ ലൈറ്റ്സുകൾ കൊടുക്കാൻ പറ്റും. അതേപോലെ സെൻട്രലൈസ്ഡ് AC ഒക്കെ വെക്കുന്ന സ്ഥലത്ത് നമുക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസിന് വേണ്ടി മാറ്റണം. അപ്പൊ ജിപ്സം നമുക്ക് അങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല. ഇത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ആവശ്യമുള്ള സമയത്ത് ഇത് ഇളക്കിയിട്ട് തിരിച്ച് നമ്മുടെ മെയിൻ്റനൻസ് വർക്ക് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ നമുക്കത് കവർ ചെയ്ത് വെക്കാൻ സാധിക്കും. കോസ്റ്റ് ഒക്കെ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ കോസ്റ്റ് ഒക്കെ വരുന്നത്? നമുക്ക് സ്ക്വയർ ഫീറ്റ് ഇതിന് 75 rupees ആണ് ഇൻക്ലൂഡിംഗ് ടാക്സ് നമുക്ക് വരുന്നത്. സ്ക്വയർ ഫീറ്റ് ഈ പാനലിന്റെ പ്രൈസ് വരുന്നത്. സോ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ബാംബു ചാർക്കോൾ ആണ്. നിങ്ങളുടെ വീട്ടിൽ പാനലിംഗ് ചെയ്യണമെങ്കിലോ ഏതെങ്കിലും ഭാഗത്ത് ബെഡ്റൂമിലൊക്കെ ഇതേപോലെ കേർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിലോ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വാൾ ലൂവേഴ്സ് വേണമെങ്കിലോ ഇനി മുതൽ നമുക്ക് നേരിട്ട് ഹംഡൻ ഡെക്കോറിന്റെ ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ മലബാറിൽ എസ്പെഷ്യലി കാലിക്കറ്റ് ഹംഡൻ ഡെക്കോറിന്റെ പുതിയ ഷോറൂം വന്നിരിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ചെയ്യുക. വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടെ പറയുകയാണ്, ഹംഡൻ ഡെക്കോറിന്റെ ഈ ഒരു ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ ഈ വീഡിയോയുടെ കമന്റ് ആയിട്ട് നൽകുന്നതിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരാൾക്കായിരിക്കും നമ്മൾ ഗീവ് അവേ പ്രൈസ് നൽകുന്നുണ്ടാവുക. ഈ വീഡിയോ പബ്ലിഷ് ചെയ്ത് കൃത്യം 2 weeks കഴിയുമ്പോഴാണ് നമ്മൾ വിന്നറെ അനൗൺസ് ചെയ്യുന്നുണ്ടാവുക. മൈ ബെറ്റർ ഹോമിന്റെ പോസ്റ്റ് പേജിൽ നിങ്ങൾക്ക് വിന്നറിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ.